പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാ പ്രാർത്ഥനയും ചൊല്ലുന്നത് അങ്ങനെയാണ്. എന്നും കർത്താവ് തിരുസലിൽ പോയി തിരികത്തിച്ചാണെങ്കിലും മുട്ടുകുത്തിയാണെങ്കിലും കുരിശുപള്ളികളിലാണെങ്കിലും എന്നും നമ്മൾ പോയി പറയുന്ന ഒറ്റ കാര്യം, ദൈവമേ പ്രയാസങ്ങൾ മാറ്റിത്തരണേ, ദുഃഖങ്ങൾ മാറ്റിത്തരണേ, ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണം എന്നെല്ലാം പറയാറുണ്ട്. ദൈവം പറയുകയാണ്, ഇതെല്ലാം മാറ്റിത്തരാൻ ഒറ്റ കാര്യം ചെയ്താൽ നിൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നം മാറും. അതാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യം പറയുക, നിങ്ങൾ പരീക്ഷയിൽ പ്രവേശിക്കാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. വെരി സിമ്പിളാണ്. പരീക്ഷയിൽ നിനക്ക് അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എപ്പോഴാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പറയും പകൽ സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രാർത്ഥന അയച്ചാൽ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണർന്നായിരിക്കുന്നത്. നീ ഉറക്കത്തിലായിരിക്കുമ്പോൾ നീ ഉണരണം എന്ന് വെച്ചാൽ വെളുപ്പിന് എഴുന്നേൽക്കണം. നിൻ്റെ അന്ധകാര ശയ്യുണ്ടല്ലോ, നമ്മൾ ഡീപ്പ് ഇതിലേക്ക് പോകുന്നത്, ആ സമയത്ത് നീ എന്നുവെച്ചാൽ നീ ഉറക്കത്തിലായിരിക്കുമ്പോൾ വേണം ഉണരാൻ. അതാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത്. പകൽ നീ ഓൾറെഡി ഉണർന്നായിരിക്കുന്നത്, അപ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നല്ല. അതിനേക്കാളും എഫക്റ്റ് എന്ന് പറയുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഉറക്കത്തിൽ നിന്ന് നീ ഉണർന്ന് നീ ഒന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കിയേ, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നോക്കിയേ, എല്ലാ പരീക്ഷകളും നിൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം മാറ്റും. ഇത് വചനമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയിൽ അകപ്പെടുന്നവരാണോ ഒരു തീരുമാനം എടുക്കുക, ഞാൻ ഇനി മുതൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അതിന് ദൈവത്തിൻ്റെ കൃപ എനിക്കും നിങ്ങൾക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.